റോസി 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 എന്താ? ആ വന്നോ? നീ എവിടെ വന്നിക്ക്? എവിടെ എവിടെ? നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് നീ എന്താ ഇന്ന് ഡ്യൂട്ടിക്ക് പോവാഞ്ഞേ? ഞാനിന്ന് ലീവ് എടുത്തു. എന്താണ് ഞാൻ ചോദിക്കുന്നേ? എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. ഓഹോ, ഇപ്പൊ അസുഖമൊന്നുമില്ലല്ലോ. ഇപ്പൊ നിനക്ക് അസുഖം വല്ലതും ഉണ്ടോന്നാ ചോദിച്ചേ? ഇല്ല. ഇല്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ശരി. എന്തിനാ ഇനി ഇങ്ങനെ വിമിഷ്ടപ്പെട്ട് വലിച്ചു കയറ്റുന്നത്? സന്ധ്യക്ക് തുടങ്ങിയതാ. വക്കച്ചനെ നിനക്കറിയില്ലേ? എന്നും കാണുന്നതല്ലേ? അങ്ങനെ അറിയുന്ന കാര്യം അല്ലേ പറഞ്ഞത്. വക്കച്ചന് ഈ വീടുമായിട്ടുള്ള ബന്ധം നിനക്കറിയില്ലേ? ബന്ധമൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. വേണ്ട, പക്ഷെ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് വക്കച്ചൻ എന്ന് നിനക്കറിയാമല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് എല്ലാ കഥകളും മനസ്സിലായിക്കൊണ്ട് നമ്മുടെ വീടുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള സൽസ്വഭാവിയായ ചെറുപ്പക്കാരനാണ് വക്കച്ചൻ. ആ വക്കച്ചന് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ആരും പെരുമാറാൻ പാടില്ല. മനസ്സിലായോ? അല്ല, ഞാൻ വിഷമമുണ്ടെന്നല്ല. ഇവിടെ വേണ്ടത്. സോഫിയ, മോളെ സോഫി, നീ പോകാൻ പാടില്ല. നീ ഇവിടെ നിൽക്കണം. ഇവിടെ ഇവിടെ. സോഫിയ, എടി സോഫി. നിന്നെപ്പറ്റി വക്കച്ചനൊരു പരാതിയുണ്ട്. പറയടോ. പരാതി ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. തനിക്ക് പറയാൻ നാണം അല്ലേ? അതങ്ങനെ കെട്ടുന്നതിന് മുമ്പ് എല്ലാ ആണുങ്ങൾക്കും അങ്ങനെ. ഞാനും അങ്ങനെ ആയിരുന്നു. കെട്ടാൻ ആശയമുള്ള പെണ്ണിനെ പറ്റി പരാതി സങ്കടമൊക്കെ ഉണ്ടേലും അത് പറയല. നിന്നെ ഇന്ന് വക്കച്ചൻ കാണരുതാത്തൊരു ചുറ്റുപാടിൽ വെച്ച് കണ്ടു. അത് വക്കച്ചന് മനോവിഷമുണ്ടാക്കി. അതെന്തിനങ്ങനെ അവിടെ വെച്ച് കാണാൻ ഇടയുണ്ടാക്കി? കാണാൻ പാടില്ലാത്ത ചുറ്റുപാടിലൊന്നും അല്ല കണ്ടത്. അല്ലേ? നീ ഒരുത്തനുമായിട്ട് പൊതുവഴി ശൃംഖരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണോ വക്കച്ചൻ കണ്ടത്? അല്ല. പിന്നെ ഞാനൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. ആരുമായിട്ട്? ഒരാളുമായിട്ട്. അതാരുമായിട്ടാണെന്ന്? ആ വീട്ടിലെ ഒരാളുമായിട്ട്. അവൻ നിനക്കാര്? ആരുമല്ല, റീതാമാരുടെ മകനാ. അത്ര എനിക്കറിയാവൂ. എന്നിട്ട് അങ്ങനെ ഒരുത്തന്റെ മുമ്പ് വെച്ച് വക്കച്ചനോട് നീ അവമര്യാദയായിട്ട് പെരുമാറിയത് ശരിയായോ? വക്കച്ചൻ ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ നീ അയാളെ അവമാനിച്ചയച്ച എന്തിന്? വഴിയെ പോണവർ ചോദിക്കുന്നതിനെ മറുപടി പറയാൻ അവൾക്ക് മനസ്സിലാത്തോണ്ട്. വഴിയെ പോണോനോ? ഈ വക്കച്ചൻ വഴിയെ പോണോനോ? നിനക്ക് വക്കച്ചൻ ചോദിക്കാനൊന്നും മറുപടി പറയാൻ വയ്യ. അടുത്ത വീട്ടിലെ ഏതെങ്കിലും വായി നോക്കിയായിട്ട് കുഴഞ്ഞാൽ നിൽക്കാം. എനിക്ക് തോന്നിയൊരു വേണ്ടി ഞാൻ സംസാരിക്കും. നീ സംസാരിക്കും? ക്ഷമിക്ക് സാറേ, എന്താ ഇത്? മതി മതി, ഇരിക്കെ ഇരിക്കെ. സംസാരിക്കുന്നില്ലേ? തോന്നിയവരോട് സംസാരിക്കും. അവിടെ എന്നെ നീ ഇരുത്തിയ നിന്നെ ഞാനും ഇരുത്തും, ഇരുത്തിക്കും. അവിടെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഇരുത്തിയിട്ട് ഒരുത്തനും ഇവിടെ അങ്ങനെ നിൽക്കണ്ട. പാട്ടി
പിടിച്ചേ. തൊടരുത്, തൊട്ടു പോരുത്. ഇവിടെ അമ്മ. മതി, പോരാ നീ. എന്നെ തോന്നുന്നു. ഈ കോമ്പൗണ്ടിലെ പരിസരത്തെ കണ്ടാൽ മതി. ഓട്ടോ. അതിന്റെ അവസാനം ദേ, കൂടെ സ്മാർട്ട് ആകാൻ നോക്കണ്ട. അതിവിടെ നടക്കില്ല. കഴുതല മോനെ. താൻ കൊണ്ടുവന്നല്ലേ ഇത്? അതെ. അതെ. ഇത് വേണോ അതോ ഇത് കൊണ്ട് വേണോ? അല്ല, ഞാൻ വെറുതെ. സ്ഥലം ഇവിടെ. അപ്പോ പാടാ, വല്ല കാര്യമുണ്ടോ? വല്ലവന്റെ വീട്ടിൽ ചെന്ന് കയറി ചവിട്ട് വാങ്ങി. അല്ല അമ്മ, ഇയാൾ ഇവിടെ. ഇവിടെ എന്തോ നടക്കട്ടെ. സംസ്കാരമില്ലാത്ത കൂട്ടരാണെന്ന് കണ്ടു കഴിഞ്ഞാ പിന്നെ നീ എന്തിനാ അതിൽ ഇടപെടുന്നത്? അല്ല അപ്പൊ. പോകാനല്ലേ പറഞ്ഞത്? ഇവിടെ നടക്കാൻ. വെളുപ്പിന് പോവോ? ഏ? വെളുപ്പിന് പോകുന്നുണ്ടോ? ഇല്ല, ആ കുട്ടിയോടൊരു കാര്യം പറഞ്ഞിട്ട്. പ്രീതമ്മാവിടെ? കിടക്കുക. പാവം വയ്യ. ആ, പ്രഷറിന്റെയാ. ഇന്നലത്തെ ആ കശിവശ കാരണം. അത് ഇന്നലത്തെ ബഹളത്തിൽ പറ്റിയതാ. അത് ഞാൻ തന്നെ നേരെയാക്കി വെച്ചോളാം. ഇന്നലെ സാറ് ശരിക്കും പോരായിരുന്നു. വെള്ളം അല്ലേ? ഇന്നലെ പോറായിരുന്നു, ഇന്ന് അതിനേക്കാളും പോറായിട്ടടാ. ഇന്നലത്തെ ഇറങ്ങാത്തതോ അതോ കാലത്ത് ഫ്രഷ് ആയിട്ട് അടിച്ചതോ? അല്ലേ, കിടന്ന് ഒച്ച ഉണ്ടാക്കരുത്. വേലി ഇനിയും പൊളിയും. ചോണയുണ്ടേ പൊളിക്കടാ. 2 വാറ് കണ്ടടാ ഞാൻ. മേലാൽ ഈ വേലിക്ക് ഇപ്പുറത്തെ കാല് കുത്തിയാൽ എഴഞ്ഞാ നീ തിരിച്ചു പോകും. തീരെ മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം കണ്ട ചിലപ്പോ അപ്പുറത്ത് വന്നെന്ന് വരും. ഞാൻ വാറൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ആർമി ചേരാൻ ഭയങ്കര കൊതിയായിരുന്നു. വീട്ടിൽ നിന്ന് വിടാഞ്ഞതാ. ഇനിയും പറ്റുകയാണെ ഏതെങ്കിലും വാറ് വരുമ്പോ ചേരണമെന്നുണ്ട്. ഇന്നലെ നിങ്ങൾ കാണിച്ചതിന് അപ്പൊ ഞാൻ മറുപടി പറഞ്ഞില്ല. പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ എപ്പോഴും മണ്ടനെ പോലെ തിരിച്ചു പോകുന്നല്ല. എന്റെ വീട്ടിൽ കയറി ഒന്ന് അധികാരം കാണിക്കാൻ തുടങ്ങിയാ ഇനി നീ തൊഴിമടിക്കും. നിനക്കെന്തൊരു ആവശ്യം എന്റെ പ്രൈവറ്റ് കാര്യങ്ങൾ ഇടപെടാൻ? നിങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടുകയല്ല. പിന്നെ ഇന്നലെ വന്നത് ആ കൊച്ചിനെ നിങ്ങൾ വല്ലാതെ ഉപദ്രവിക്കുന്നു. അവളെ കഷ്ടപ്പെടുത്തിയേ തീരുമെന്ന് വാശിയാണോ? എന്റെ മോടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ വാട കാര്യം നിങ്ങൾ നോക്കുന്നുണ്ട്. നമുക്ക് നല്ല അയലുകാരായിട്ട് കണ്ടിട്ട് ചെയ്യാം. ഇന്നലത്തത് മദ്യത്തിന്റെ പുറത്തുണ്ടായ ഒരു കശവശയായിട്ട് തള്ളിക്കളയാം അല്ലേ? നിന്റെ അയൽവക്കാരി വേണ്ട. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്റെ പിള്ളേരെ ചീത്തയാക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിലേ അതിന് പള്ളി പറഞ്ഞാൽ മതി. എന്താ ഇത് കാലത്തെ വാന്നേ? എപ്പ നോക്കിയാലും അവൻ ആ പെണ്ണിന്റെ പുറകെ. വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങി റോഡ് വരെ കൊണ്ടുപോയി. നാളെ ഏതെങ്കിലും ഹോട്ടൽ റൂമിലായിരിക്കും രണ്ടര കൂടെ ആരെങ്കിലും കാണാൻ പോകുന്നത്. അയ്യോ, ഇതെന്താ ബോധമില്ലാത്ത പോലെ വിളിച്ചു പറയുന്നേ? വാന്നേ. നീ ഓടിയാണെന്ന് എല്ലോടക്കി പണിയെടുത്തിട്ടാണെങ്കിലും മാനം മര്യാദ ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ ജീവിക്കുള്ളൂ. ഒന്ന് ഭജൻ. നീ ഇങ്ങ് വാടാ എന്റെ കുടുംബക്കാരെ അന്വേഷിക്കാൻ. അയൽവക്കക്കാരൻ പട്ടി.
എന്താ മതിയായില്ലേ? നിനക്ക് എന്തിന്റെ അസുഖ സോളമ്മ? കാലത്ത് അയാളുടെ വായിലിരിക്കുന്ന കേൾക്കാൻ വേണ്ടിട്ട്. അല്ല അമ്മ, എനിക്കൊന്നും കേക്കണ്ട. മേലാൽ ആ വീട്ടിലുള്ള ഒരൊറ്റ ആളുമായിട്ട് മിണ്ടി പോവരുത്. അല്ല ഇങ്ങേരൊരുത്തൻ ഇങ്ങനെ ആയിപ്പോയെന്ന് വെച്ചാൽ ഇങ്ങനെ കണക്കാ, എല്ലാരും കണക്കാ. കൾച്ചർ ഇല്ലാത്ത വർഗങ്ങള്.